അർജുന്റെ ട്രക്കിനെ കുറിച്ച് വിവരം ലഭിച്ചതോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. അതിന്റെ വിശദാംശങ്ങളുമായി കോഴിക്കോട് കണ്ണാടിക്കൽ നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, 9ാം നാളിലെ തിരച്ചിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നു. കുടുംബം ഇപ്പോൾ എന്താണ് പറയുന്നത്? തീർച്ചയായും ആ കുടുംബത്തെ എങ്ങനെ സാന്ത്വനിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. പൊതുസമൂഹം, കേരളീയ സമൂഹം എല്ലാവരും ഉള്ളത്. മാത്രമല്ല, ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബം. പ്രിയപ്പെട്ട മകന് വേണ്ടി ഒരു അച്ഛൻ കാത്തിരിക്കുന്നു, അമ്മ കാത്തിരിക്കുന്നു, ഒപ്പം സഹോദരങ്ങൾ കാത്തിരിക്കുന്നു, ഭാര്യ കാത്തിരിക്കുന്നു, മകൻ കാത്തിരിക്കുന്നു, 2 വയസ്സുള്ള പിഞ്ചു മകൻ കാത്തിരിക്കുന്നു. ഒപ്പം അവിടെ ഷിരൂരിലാണെങ്കിൽ സഹോദരി ഭർത്താവ് ജിതിനും ഇളയ സഹോദരനായിട്ടുള്ള അഭിജിത്ത് അടക്കമുള്ളവർ അവിടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. അതിലുപരി നമ്മളെല്ലാ മലയാളികളും കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ട്രക്കിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ആ വിവരം ലഭിച്ചത് വലിയ ഒരു ശുഭസൂചനയായിട്ടാണ് കുടുംബം ഇപ്പോഴും പ്രാർത്ഥനയിലാണ്, മാനസികമായ ഒരു പ്രാർത്ഥനയിലാണ്. പക്ഷെ അവരെ മാനസികമായി തളർത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അത് പറയാതെ പോകാൻ സാധിക്കില്ല. അതായത് ഈ സൈബർ ഇടത്തിലെ ചില ആളുകൾ ഒരുതരം മനോവൈകൃതം ബാധിച്ചവർ എന്ന് തന്നെ പറയാം. ഈ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെ വേട്ടയാടാൻ അവരുടെ കഴുകൻ കണ്ണുകൾ ഇടയാകുന്നു എന്നുള്ളതാണ്. അവർ ഈ കുടുംബത്തിനെതിരെ തെറ്റായ വ്യാജ പ്രചരണം നടത്തി കുടുംബത്തിൻ്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക് അവരുടെ കാര്യം പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ നിയമ നടപടിയിലേക്ക് പോലും നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യം. ആ കുടുംബം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ. സൈബർ ഹാൻഡിലുകളിൽ അത്തരം ഒരു ഇടപെടൽ കൂടി നടക്കുന്നു. മനുഷ്യത്വമുള്ളവരല്ല അത്തരം പ്രചരണം നടത്തുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു അർജുൻ്റെ ജീവന് വേണ്ടി നാട് മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അടച്ചിട്ട മുറിക്കകത്തിരുന്ന് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തി ആ കുടുംബത്തിനെതിരായി ആ വൈകാരികത മാറ്റിവിടുന്ന ഒരു സമീപനം, അത് ആ കുടുംബത്തിൻ്റെ മനോവീര്യം തകർക്കുന്ന ഒരു സാഹചര്യമാണ്. മകനെ കാണാതെ 9 ദിവസങ്ങളായി, 9 നാളുകളായി ഒരു മകൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചു പോകാതിരിക്കട്ടെ ഈ മനുഷ്യത്വം എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും ഈ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഈ സൈബർ ഇടങ്ങളിൽ അവർ ചേരിതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു വിഭാഗം അതിൻ്റെ ശ്രമം, ചുരുക്കം ചിലരുടെ ശ്രമം ആ കുടുംബത്തെ, അവരുടെ മനോവീര്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ആ കുടുംബം ഇന്ന് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ, അതായത് പരസ്യമായി ഈ ട്രക്ക് കണ്ടെത്തിയതിനെക്കുറിച്ച് പോലും പ്രതികരിക്കാൻ, മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാഹചര്യം ഇല്ലാത്തൊരു, മനോവീര്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ മനോവീര്യത്തോടുകൂടി നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം അർജുൻ ഇന്ന് കേരളത്തിൻ്റെ നമ്മുടെയൊക്കെ കൂടപ്പിറപ്പാണ് അർജുൻ എന്നൊരു ബോധ്യം നമ്മൾ മലയാളികൾക്കുണ്ടാകണം. അർജുനൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. റിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഇനി അർജുനായുള്ള കാത്തിരിപ്പാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനായുള്ള തിരച്ചിൽ, ലോറി പുറത്തെത്തിക്കാനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. റിയാസിന് ഈ അർജുന്റെ ലോറി കണ്ടെത്തിയതിനു ശേഷം കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കുടുംബം ഇപ്പോൾ എന്താണ്, പ്രാർത്ഥനയോടെയാണ് എല്ലാവരും, കുടുംബത്തോടൊപ്പം തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ? ക്യാമറയ്ക്ക് മുൻപിൽ സംസാരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ അതിനപ്പുറത്തേക്ക് നമ്മളും മനുഷ്യരാണല്ലോ. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ നമ്മളും മനുഷ്യരാണ്. നമുക്കുമുണ്ട് കുടുംബവും മനുഷ്യരും, അല്ലെങ്കിൽ മനുഷ്യത്വവും ഒക്കെ. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും. അതുകൊണ്ട് ഇവിടെ വരുന്ന നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആ കുടുംബവുമായി പോയി സംസാരിക്കാറുണ്ട്. ആ കുടുംബത്തിന് ഒരു അല്പം വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം പകരുന്ന രീതിയിലേക്ക് നമ്മൾ ഇടപെടാറുണ്ട്. അർജുൻ്റെ അച്ഛൻ പ്രേമേട്ടനായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. പ്രേമേട്ടൻ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന് പലപ്പോഴും ഒരു കൂടപ്പിറപ്പുകളുടെ ഒരു സാന്ത്വനം പകരാൻ, അല്ലെങ്കിൽ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അച്ഛൻ്റെ പ്രതീക്ഷയ്ക്ക് നിറം പകരാൻ വാക്കുകളിലൂടെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് നമ്മൾ ഈ ഔപചാരികമായി നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിലല്ല, അതിനപ്പുറത്തേക്കൊരു മനുഷ്യരാണ്, മാനുഷികതയുണ്ട് എന്ന രീതിയിലാണ് അത് കൊണ്ടുവരുന്നത്. പക്ഷേ അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരങ്ങളുമായി നമ്മൾ സംസാരിക്കാറുണ്ട്.
പറയാറുണ്ട്. അതിനപ്പുറത്തേക്ക് അപ്പോഴൊക്കെ അവരുടെ സങ്കടങ്ങളാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ കൊണ്ടുവന്നൊരു കേവലം ഒരു വാർത്താ മൂല്യത്തിനപ്പുറത്തേക്ക് ആ മാനുഷിക പരിഗണനയോടുകൂടിയാണ് കാണുന്നത്. ആ മാനുഷിക പരിഗണന ഈ സൈബറിടത്തിൽ ഇവരെ വേട്ടയാടാൻ വെമ്പൽ കൊള്ളുന്ന ചില ആളുകൾ കാണിക്കുന്നില്ല. അവരുടെ മനസ്സ് അങ്ങേയറ്റം ഹീനമായ മനസ്സായി പോകരുത്. ഈ സൈബറിടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം, മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ കഴിയുന്ന ഒരു കുടുംബത്തെ വേട്ടയാടാൻ ഇത്തരം ഒരു സാഹചര്യം ഉപയോഗിക്കരുത് എന്നൊരു എളിയ അഭ്യർത്ഥന മാത്രമാണ് കേരള വിഷൻ ന്യൂസിന് മുൻപോട്ട് വയ്ക്കാനുള്ളത്. അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അർജുൻ്റെ അമ്മ പട്ടാളത്തിനെതിരെ പറഞ്ഞു എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് ദൃക്സാക്ഷികളാണ് ഞങ്ങളൊക്കെയും. അവർ പറഞ്ഞത് പട്ടാളത്തിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അവർ തിരിച്ചു കൊണ്ടുവരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ അവർ തിരിച്ച് കൊണ്ടുവന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ വാക്കിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് തെറ്റായ രീതിയിൽ അർജുൻ്റെ അമ്മയ്ക്കെതിരെയും അമ്മയുടെ സഹോദരിക്കെതിരെയും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അവരൊക്കെ ജീവിതത്തിൻ്റെ ഒരുപാട് അതിജീവനം നടത്തി വന്ന ഒരു കുടുംബമാണിത്. ഒരുപാട് കഷ്ടപ്പാടുകളും രോഗപീഠകളും യാതനകളും അനുഭവിച്ചു വന്ന ഒരു കുടുംബമാണിത്. ആ കുടുംബത്തെ ഇനിയും വേട്ടയാടരുത്, പ്രത്യേകിച്ച് ദുരന്തമുഖത്ത്. ഇതിങ്ങനെ നമ്മുടെ ഒരു ചാനലിന് മുൻപിൽ വന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അങ്ങേയറ്റം ഒരു മനുഷ്യത്വപരമായൊരു സമീപനം എല്ലാവരും സ്വീകരിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുടെ കൂടി ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. റിയാസ്, അർജുൻ്റെ ട്രക്കിനെ കുറിച്ച് വിവരം ലഭിച്ചതോടെ പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. 9ാം നാൾ തിരച്ചിൽ തുടരുമ്പോൾ അർജുൻ്റെ ഓടിച്ച ലോറി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.